നമുക്കറിയാം 2020 COVID-19 വന്ന ശേഷമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ റെസ്പിറേറ്ററി എന്നുള്ള വാക്ക് കേൾക്കുന്നത്, അല്ലേ? അതായത് നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട്. അപ്പം ഈ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് പൾമനോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട രോഗനിർണയത്തിന് ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ ചെയ്യുന്നതിന് നമുക്ക് ഒരാള് വേണം, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് വേണം. അപ്പൊ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ ജോബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുക, പിന്നെ അതിന്റെ പരിപാലനം. നമുക്കൊരു ഹോസ്പിറ്റൽ പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അയാളെ നമ്മൾ ശുശ്രൂഷിക്കണല്ലേ, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട പരിചരണം. പിന്നെ മറ്റൊരു കേസാണ്, ചിലപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ന്യൂറോ സർജറി അല്ലെങ്കിൽ ഒരു കാർഡിയക് സർജറി ഒക്കെ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് ഒരു വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരു പേഷ്യന്റിനെ അതില്ലാതെ ശ്വസിക്കാൻ അയാളെ പ്രാപ്തനാക്കുക എന്നുള്ളതും കൂടിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പിറേറ്ററി തെറാപ്പി പോസ്റ്റുകൾ വരുന്നത് ന്യൂറോ ICU അല്ലെങ്കിൽ കാർഡിയാക് ICU പോലുള്ള മേജർ സർജറി കഴിഞ്ഞിട്ടുള്ള എല്ലാ ICU സെഗ്മെന്റ്സിലും നിർബന്ധമായും ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ടാവും. റെസ്പിറേറ്ററി കെയറുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കോഴ്സ് കേരളത്തിലുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലാണ്. അതും LBSന്റെ അണ്ടറിലാണ് ഇതിന്റെയൊക്കെ രജിസ്ട്രേഷനും അഡ്മിഷനും നടക്കുന്നത്. അപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ നിയർ ബൈ സ്റ്റേറ്റുകളായ തമിഴ്നാടും കർണാടകയൊക്കെയാണ്. പക്ഷെ ഏതൊക്കെ കോളേജാണ് നല്ല കോളേജുകൾ? എങ്ങനെ ഒരു നല്ല കോളേജ് സെലക്ട് ചെയ്യാം?